എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ദോശയിലേക്കോ ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ അതുപോലെ തന്നെ ചോറിലേക്കാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാങ്ങാക്കാലത്തൊക്കെ പച്ചമാങ്ങയുടെ കാലത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ തക്കാളിയും പച്ചമാങ്ങയും എടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. മാങ്ങ ഇതിൽ നിന്ന് പകുതിയേ ഉള്ളൂ കേട്ടോ എടുക്കുന്നത്. ഇനി ഒരു പാനിൽ സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇതുപോലെ പകുതിയായിട്ട് മുറിച്ചത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാങ്ങയുടെ പകുതിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കരിഞ്ഞു പോയത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് അങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 2 തന്നെ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഇതുപോലെ റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തക്കാളിയും അതുപോലെ തന്നെ ഈ ഒരു പച്ചമാങ്ങയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കൂടി സാവധാനം കരിഞ്ഞൊന്നും പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയുടെ ഈ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പീസ് തക്കാളിയും തൊലി മാറ്റിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാങ്ങയുടെ തൊലിയും മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം. കനം കുറഞ്ഞിട്ടുള്ള തൊലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി പൊളിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ തൊലി. അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴുപ്പൊന്ന് ഇതുപോലെ ചുരണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും വഴറ്റിയതും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും അല്പം മല്ലിയില അരിഞ്ഞതും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത്, അല്ലാതെ ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിൽ ആയി പോരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല. ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ മാംഗോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.